ശ്രീനേട്ടനെ പറ്റി ഇപ്പം എന്താ പറയാ, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വേർപാട് തന്നെയാണ് ശ്രീനേട്ടൻ്റെത്. അപ്പം ഞാൻ പേഴ്സണലി സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി, ആദ്യം അഭിനയത്തിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി, പിന്നെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ഹ്യൂമറിനെ പറ്റിയും അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ പറ്റിയും ഒക്കെ ഒരുപാട് സിനിമയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ശരിക്കും ഇന്ന് രാവിലെ കൂടെ ഒരാൾ മെൻഷൻ ചെയ്ത് എഴുതിയിരിക്കുന്ന ഞാൻ കണ്ടിരുന്നു. പല സിനിമകളും ശ്രീനേട്ടന്റെ ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിപ്ലവം എന്തായിരിക്കും എന്നുള്ളത്, അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ ചില സർക്കാസവും എല്ലാം എനിക്ക് തോന്നുന്നു അത്രയും ഫ്രീഡം മലയാളി കൊടുത്തൊരു റൈറ്റർ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. അത് എഴുത്തിന്റെ കാര്യത്തിലാണെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും പബ്ലിക്കിനോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പല രാഷ്ട്രീയ വിഷയങ്ങളെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന രീതി വേറെ ആർക്കും അങ്ങനെ ഒരു സ്പേസ് മലയാളി കൊടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന വേർപാട് തന്നെയാണത്. ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന, ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നതൊന്നുമല്ല, ഒരു മലയാളിയുടെ ഒരു ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു അഹങ്കാരമായിരുന്നു ശ്രീനേട്ടൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ നാളുകളെ അദ്ദേഹം വയ്യാതിരിക്കുകയാണ്. പല പൊതുവേദികളിലും അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള രൂപത്തിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ശക്തമായി തിരിച്ചു വരും, ഇനിയും സിനിമകൾ ചെയ്യുമെന്നും നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചു. പിന്നെ ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അധികം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. അതാർക്കും വിഷമം ഉണ്ടാവില്ല, എന്നാൽ കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്ന് പറയുമല്ലോ. അപ്പൊ അത് കൃത്യമായിട്ടുണ്ട്. അത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എപ്പോഴും അദ്ദേഹം പറയാതെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ സിനിമകൾ അറിയാം നമുക്ക്. ശ്രീനേട്ടന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, ഒരു സ്ക്രിപ്റ്റിൽ അദ്ദേഹം പറയുന്ന ചില കുഞ്ഞു അഭിപ്രായങ്ങൾ മുതൽ, ഇപ്പൊ ഞങ്ങൾ ഉന്നം എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിബിസാറും ശ്രീനേട്ടനുമായിട്ടുള്ള സീൻ ഡിസ്കഷന്റെ ഇടയിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പഠിക്കുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന ആർക്കും അതൊരു ക്ലാസ്സാണ്. അപ്പം സിനിമയിൽ അങ്ങനെയും കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യും.